ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ രോഗികൾക്കെല്ലാം ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും നമ്മൾ അരി ആഹാരത്തിന് പകരം ഇച്ചിരി മാവ് ചേർക്കുന്നുണ്ട്, എന്നാൽ അതിൽ ഒരുപാട് വെജിറ്റബിളൊക്കെ ചേർത്തെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനതിനായിട്ട് കുറച്ച് അരിയും ഉഴുന്നൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇച്ചിരി ഏറെ മല്ലിയില നല്ല കുനുകുനാന്ന് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ഒരു സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അതിൽ പകുതി ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ, പകുതി മതി. മാവ് ഇച്ചിരിയേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് നമ്മളെടുത്താൽ അത്ര ഒരു ഇതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നല്ല ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തത് 1-2 എടുക്കാം. മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രസമല്ലേ കാണാൻ. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഈ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പെല്ലാം ചേർത്ത് നമുക്കിനി ഇത് ഇഡ്ഡലിയായിട്ട് പുഴുങ്ങിയെടുത്താൽ മാത്രം മതി. അപ്പോൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഞാൻ മണ്ടയ്ക്ക് കുറച്ചുകൂടെ മാവ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഞാൻ ഇഡ്ഡലി തട്ടിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചതിന് ശേഷം മണ്ടയ്ക്ക് കുറച്ച് ഇതുപോലത്തെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ചേറെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇച്ചിരി മല്ലിയിലയും കൂടെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവിയിലിത് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വെജിറ്റബിളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ക്യാപ്സിക്കം, ബീൻസ്, അതുപോലെ തന്നെ കാബേജ്, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയ്ക്കും കുറച്ച് ക്യാരറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇതുപോലെ, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഇല്ലാത്തവരത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. മല്ലിയില ആദ്യം ഞാൻ ഒരുപാട് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മണ്ടയ്ക്ക് ഇച്ചിരി വെച്ചത് കേട്ടോ. അപ്പോൾ ഒത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടെയൊക്കെ ഏറെ ചേർക്കാം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മാവ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഇപ്പോൾ ഒരു 10-12 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇളകി വരികയും ചെയ്യും. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഇഡ്ഡലി പൂ പോലെ ഇളകി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സ്മൂത്തുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിനൊരു ചട്നിയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എരിവിന് ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത മുളകാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില ചേർത്തുള്ള ചമ്മന്തിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളിക്ക് പകരം ഒരല്പം ഒരു പീസ് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ചുമന്നുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലിയില ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പിടി നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് നമുക്ക് പൊരികടല അഥവാ പൊട്ടുകടല എന്നൊക്കെ പറയത്തില്ല, അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അങ്ങ് അരച്ച് എടുക്കരുത്. ചമ്മന്തി അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളപ്പിച്ച് അരച്ച വെള്ളമില്ലേ, അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നത്, ഇച്ചിരി തിക്കായിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, കലക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പരുവം. അപ്പോൾ നമ്മൾ താളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാന്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി ചേർക്കുന്ന ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 തണ്ട് കറിവേപ്പും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത്
ആ ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. ഉടനെ എടുത്ത് ഇതാക്കാൻ നിൽക്കരുത്, അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഇഡലിയും അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ചമ്മന്തിയും. അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കണ്ടല്ലോ, ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നാളെ ഇതേ സമയം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.